പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിയമാവർത്തന പുസ്തകം 15 അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഇടയിൽ ദരിദ്രർ ഉണ്ടായിരിക്കുകയില്ല. എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ അവിടുത്തെ വാക്ക് കേൾക്കുകയും ഞാൻ ഇന്ന് നൽകുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കും. നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ അനേകം ജനതകൾക്ക് കടം കൊടുക്കും, നിങ്ങളൊന്നും കടം വാങ്ങുകയില്ല. നിങ്ങൾ അനേകം ജനതകളെ ഭരിക്കും, നിങ്ങളെ ആരും ഭരിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെക്കുറിച്ച് ഒന്ന് ധ്യാനിക്കാം. കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ സ്നേഹം അനുഭവിക്കുകയും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. അത് സമൃദ്ധമായി അനുഗ്രഹിക്കും. ഈ അനുഗ്രഹം എവിടെ നിന്ന് വരുന്നു എന്ന് നമുക്ക് മനസ്സിലാകത്തില്ല. നമ്മൾ അതുപോലെ ദൈവത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടുന്ന എല്ലാ നന്മകളും തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തെ നമ്മൾ വാഴ്ത്തി സ്തുതിക്കണം. അത് അനേകം ജനതകളോട് പറയണം. നമ്മൾ മടി കൂടാതെ കർത്താവിനെ മഹത്വപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് തരുന്ന കൃപ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തികളായി മാറണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ നമ്മൾ ദൈവത്തിന് അവകാശികളാകുകയുള്ളൂ. നമ്മൾ ആ ഭീരുത്വത്തിൻ്റെ ആത്മാവാണോ നമ്മളിൽ വന്നത്? അല്ല, മറിച്ച് പിന്നെ എങ്ങനെയാണ്? പുത്രവാത്സല്യത്തിൻ്റെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയത്. അപ്പം നമ്മൾ എന്താ പറയേണ്ടത്? പരിശുദ്ധാത്മാവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തിരുമനസ്സായതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു എന്ന് നമ്മൾ അനുദിനം പറയണം. ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി മുന്നേറാം. നമുക്ക് ദൈവത്തോടൊപ്പമായിരിക്കാം. ദൈവം തരുന്ന എല്ലാ കൃപകളെയും നമുക്ക് ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും വാങ്ങിച്ചെടുക്കാം. പിടിച്ചു വാങ്ങിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ നന്മകളും കൊണ്ട് നിറയ്ക്കണമേ. ഈ വചനം കേൾക്കുകയും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും കൊണ്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്.